രാവിലെ തണുപ്പും. ഇതൊന്നും അധികമല്ല, രോഗരക്ഷകന്റെ പിറവിക്ക് ഇനിയും എന്തെല്ലാം വേണമെന്ന തിരക്കിലാണ് ഏവരും. അതങ്ങനെ തന്നെയാകണം. കാരണം കാലഘടന പോലും രണ്ടായി തിരിച്ചതാണ് രക്ഷകന്റെ ജനനം. ഒരു തരത്തിൽ ഭാവനയുടെയും മെരുക്കാനാവാത്ത പ്രകൃതി ശക്തിയുടെയും എല്ലാം രൂപത്തിൽ ഈശ്വര ദർശനം സാധ്യമായിരുന്ന കാലത്ത് അവനെ തൊട്ടു നോക്കാൻ അവനിൽ ഒരുത്തനായി അവന്റെ അരികിൽ വന്ന ദൈവം, അവന്റെ പിറവിൽ അവനെ കാണാൻ സ്വർഗത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നമുക്ക് സന്മനത്തുള്ളവരായി കാത്തിരിക്കാം. നോക്കൂ, ക്രിസ്തുമസിന്റെ ആഘോഷ വലുപ്പത്തിൽ നാം മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. ഇതിനെല്ലാം കാരണമായവന്റെ ചെറുതാകൽ, പ്രപഞ്ച സൃഷ്ടാവിന്റെ അവസ്ഥയിൽ നിന്നും ഒരു പുൽക്കുടിലിന്റെ അരക്ഷിതാവസ്ഥയിലേക്കുള്ള ശൂന്യവൽക്കരണവും, പുൽക്കുടിലിൽ നിന്നും ഗാവിൽത്ത വരെയുള്ള വഴികളിൽ ഈശോ സ്വയം ചെറുതാകുന്നത് നമ്മൾ കാണുന്നു, സഹതപിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഡിസംബറിൽ നമുക്കൊന്ന് തകർക്കാം, വിറവലിക്കാം. പകയുടെ, അഹന്തയുടെ, സ്നേഹനിരാസത്തിന്റെ എല്ലാം അവസ്ഥകളെ സ്നേഹത്തിന്റെ നക്ഷത്ര വിളക്കുകളാക്കി കാത്തിരിക്കാം. നല്ലൊരു പുതുവർഷത്തിനായി ഏവർക്കും ക്രിസ്തുമസിന്റെയും പുതുവർഷത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.